നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ്, പി.സി. ജോർജ് എന്നിവരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റപത്രത്തിൽ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണം. ഷാർജ ഭരണാധികാരിയുടെ യാത്രാ പരിപാടികൾ മാറ്റം വരുത്തി ക്ലിഫ് ഹൗസിലെത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് വേണ്ടിയാണെന്നും കമലാ വിജയനെ ഷാർജ ഭരണാധികാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം പ്രസ്താവനകൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സ്വപ്ന സുരേഷും മുൻ MLA പി.സി. ജോർജും ചേർന്നാണ് ഇതിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതെന്നും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെയും പി.സി. ജോർജിന്റെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. KT ജലീൽ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. വ്യാജ ആരോപണങ്ങൾക്കും അതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്കും പിന്നിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷും പി.സി. ജോർജുമാണെന്നായിരുന്നു KT ജലീൽ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.